ഇനി എവിടെയൊക്കെയാണ് സെന്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരുണ്ട്, കണ്ണൂരിൽ ക്യാമ്പസ് ഉണ്ട്. നമ്മുടെ സീറ്റ്സ് വളരെ കുറവാണ് അവിടെ. 3 ബാച്ച് മാത്രമാണ് നമ്മൾ അവിടെ റൺ ചെയ്യുന്നത്. കണ്ണൂർ ക്യാമ്പസ് 3 ബാച്ചേ ഉള്ളൂ. അത് മതി. നമ്മൾ ഇത്തവണ അത്രയും കുറച്ചാണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിപ്പിക്കുന്നത്. കോഴിക്കോട് ക്യാമ്പസ് വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 10 ബാച്ച് മാത്രമേ നമ്മൾ, കോഴിക്കോടാണ് ഏറ്റവും വലിയ ക്യാമ്പസ്, പക്ഷെ നമ്മൾ 10 ബാച്ച് മാത്രമാണ് ഇത്തവണ നടത്തുന്നത്. നമ്മൾ കുട്ടികളുടെ എണ്ണം കുറച്ച് ഈ പറയുന്ന പോലെ അവർക്ക് കൂടുതൽ ടൈം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറച്ച്, അതാണ് ആ സീറ്റ്സ് നിങ്ങൾ വേഗം നിങ്ങൾ ആ സീറ്റ്സിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ നേരത്തെ ചേരുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ മലപ്പുറം ക്യാമ്പസിൽ നമ്മൾ 3 ബാച്ചാണ് റൺ ചെയ്യാൻ പോകുന്നത്. ഇത്രയും റൺ ചെയ്യുന്നത്. റെഡി? ആലപ്പുഴ ക്യാമ്പസിൽ 3 ബാച്ചാണ് നമ്മൾ റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയേ ഉള്ളൂ. കോട്ടയം ക്യാമ്പസിൽ നമ്മൾ ഇത്തവണ 3 ബാച്ചായി ചുരുക്കുകയാണ്. നമ്മളവിടെ കൂടുതൽ കുട്ടികളുണ്ട്, പക്ഷെ നമ്മൾ ഇത്തവണ കുറച്ച് ബാച്ച് റൺ ചെയ്യുന്നുള്ളൂ. നമ്മൾ തീരുമാനിച്ചു തന്നെയാണ് ഇത്തവണ ഉണ്ടാവുന്നത്. കൊല്ലത്തും നമ്മൾ 3 ബാച്ച് ആയിരിക്കും റൺ ചെയ്യുക. റെഡി? തൃശ്ശൂർ ക്യാമ്പസിൽ നമുക്കവിടെ ഏകദേശം 16 ബാച്ചോളം ഉണ്ട് ഇത്തവണ. നമ്മൾ ഒരു ദിവസം പെർ ഡേ ഈ ഒരു ഇതിൽ നമ്മൾ 5 ബാച്ചസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, റൺ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. ഇത്രയും ബാച്ചുകളേ ഉള്ളൂ. നമുക്ക് ഉറപ്പാണ് ഈ ബാച്ചുകളൊക്കെ കുട്ടികൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, വളരെ ലിമിറ്റഡ് ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് ഫില്ലാകുമെന്ന് അറിയാം. പക്ഷെ നമ്മൾ കുറച്ച് കുട്ടികളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇത്തവണ എടുക്കുന്ന ഒരു തീരുമാനം. ആരും അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇത്തവണ തീരുമാനിക്കുകയാണ്. ഇവിടെയും 5 ബാച്ചുകളാണ് നമുക്ക് ഉണ്ടാകുക ട്രിവാൻഡ്രത്ത്. ആൻഡ് എറണാകുളത്ത് നമ്മൾ 3 ബാച്ച് ആയിരിക്കും റൺ ചെയ്യുക. സോ ഇത്രയുമാണ് നമ്മുടെ നമ്പർ ഓഫ് ബാച്ചസിന്റെ എണ്ണം.